കർക്കിടകം തുടങ്ങിയപ്പോൾ മുതൽ അതിഭീകരമായിട്ടുള്ള മഴയാണ് കേട്ടോ. അപ്പോൾ സന്ധ്യ മുതൽ പകൽ മൊത്തം മഴയായിരുന്നു. സന്ധ്യ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് മഴ കൂടിക്കൂടി വരുവാണ്. അപ്പം നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾ ഐറയും ഡിയോണയും അവർക്ക് നമ്മൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ഷീറ്റൊക്കെ വലിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടിൻ്റെ ഭാഗത്തേക്ക് നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് അവിടെ കുറേ നനയും പോലെയുണ്ട്. വേറൊരു സ്ഥലത്തൊക്കെ അവരെ അഴിച്ച് കെട്ടാനുള്ള ഒരു ഏരിയ നമുക്കില്ല. അതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ കുറച്ച് സേഫായിട്ട് നിർത്തുക എന്നുള്ളതാണ്. അപ്പം അവിടെ കുറച്ച് ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ അതിൻ്റെ അപ്പുറവും നനഞ്ഞ് ഭയങ്കരമായിട്ട് കാറ്റടിക്കുകയാണ്. അപ്പം മരങ്ങളൊക്കെ പിടർന്ന് വീഴുവോ, അങ്ങനെ ഭയങ്കരമായിട്ടൊരു മഴയും ഭയങ്കര ഒരു അന്തരീക്ഷവും ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടി കയറും. എന്തൊക്കെ അനർത്ഥങ്ങളാണ് വരിക എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നലെ മുതൽ മനസ്സിൽ ഭയങ്കര എന്തോ ഒരു നെഗറ്റീവ് ഫീൽ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ ഒരു ആപത്ത് വരാനിരിക്കുന്നു, അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. മരമൊക്കെ ഒടിഞ്ഞ് വീഴും, അങ്ങനെ ഒരു ചിന്തയാണ് എനിക്ക്. നമ്മുടെ റോഡിൻ്റെ മുമ്പിൽ കൂടെയൊക്കെ വലിയ വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. നമ്മുടെ പറമ്പിൽ കൂടി ഇഷ്ടംപോലെ മരങ്ങൾ നിൽപ്പുണ്ട്. താഴെ തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ വലിയ വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ രാത്രിയും കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിൽ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതറിയൂ. അപ്പോൾ ഇവിടെ നന്നായിട്ട് നനയുന്നുണ്ട് ഇവർ. അപ്പം അവിടെ പോയിട്ട് നമ്മൾ ഷീറ്റൊക്കെ വലിച്ചു കെട്ടണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് കുറച്ച് മഴ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഉറപ്പായിട്ട് ഷീറ്റ്. ഐറയ്ക്ക് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്ന് കിടക്കാനുള്ള ഏരിയ ഉണ്ട്. അങ്ങോട്ടേക്ക് അവൾക്ക് ചങ്ങല ഞാൻ നീട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ അവിടെ പുറകിൽ സേഫാണ്. പക്ഷേ ഡിയോണയ്ക്ക് ഇതിന് ഒരു തരത്തിൽ അങ്ങോട്ടേക്ക് നമുക്ക് നീട്ടി കെട്ടാൻ പറ്റുന്നില്ല. അതൊട്ട് വരത്തുമില്ല, അത് ഈ കൂട്ടി തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിന് ഈ ഒരു ഭാഗം മുഴുവൻ ഇനി വലിച്ചു കെട്ടി കൊടുക്കണം. കാറ്റടിക്കുമ്പോൾ മാത്രമേ നനയുള്ളൂ, അല്ലെങ്കിൽ കൂട്ടിൻ്റെ ഉള്ളിൽ നനയുന്നില്ല അവളത്ര. എന്നാലും കാറ്റടിച്ച് തണുത്ത് കിടക്കത്തില്ലേ. അതുകൊണ്ട് നാളെ തന്നെ ഈ ഭാഗം മുഴുവൻ നമുക്ക് ഷീറ്റ് വലിച്ച് കെട്ടി കൊടുക്കണമെന്ന് ഞങ്ങളിങ്ങനെ ഓർത്ത് ഇവിടെ വന്ന് നോക്കിയതാണ്. ഇവരിങ്ങനെ പേടിച്ചിരിക്കുവാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. കറണ്ട് പോകും ഇപ്പം തന്നെ. അതിനു മുമ്പ് നമുക്ക് എന്തായാലും വീട്ടിലേക്ക് കയറി പോകാം. ഇന്ന് രാത്രി മുഴുവൻ മഴയായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മഴക്കാലം ദുരിതങ്ങളുടെ കാലമാണ്, എല്ലാവരെ സംബന്ധിച്ച് ദുരിതങ്ങളുടെ കാലമാണ്. ഒരുപാട് മഴ എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടും സേഫും അല്ല. അതാണ് വയനാടിൻ്റെ ഒരു അവസ്ഥ. എവിടെ വേണേ ഉരുൾ പൊട്ടാം, എവിടെ വേണേ ബാക്കി പാലവും പുഴയും ഒക്കെ പാലം തകരാം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ശരിക്കും ഒരു പേടിയുണ്ട് നമുക്കെല്ലാവർക്കും. രാത്രി ഞാൻ 1:30 ഉറങ്ങിയപ്പോൾ മിലോ ഭയങ്കര കരച്ചിലായിരുന്നു. പുറത്ത് ഒറ്റയ്ക്ക് കിടന്നപ്പോൾ ബാൽക്കണിയിൽ. അപ്പം ഞാൻ അതിനെ അകത്തേക്ക് തന്നെ കൊണ്ടുവച്ചു. രാവിലെ ആയപ്പോൾ അതിഭീകരമായ സൗണ്ട് കേട്ടാണ് എണീറ്റത്. ഭയങ്കര മഴയാണ്. മിലോ അത് നോക്കി പേടിച്ചിരിക്കുമായിരുന്നു. ഇന്ന് ഭീകര മഴ തന്നെയാണ്. മഴ കുറച്ചൊന്ന് തുറന്നപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മളുടെ വീടൊക്കെ ഒരു കുറച്ച് കുന്നല്ല കേട്ടോ, പരന്നൊരു ഏരിയ. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് പുഴകളും അങ്ങനെ പാലങ്ങളും ഒക്കെ ഉണ്ട്. അതത്ര സേഫ് അല്ല. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 100 മീറ്റർ മാറി ഒരു പാലമുണ്ട്. അപ്പം ആ പാലം കടന്നിട്ട് വേണം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഫിയറാണ് പാലത്തേക്കടെ മഴക്കാലത്തോടെ പോകുമ്പോൾ. ഇങ്ങനെ വെള്ളം നിറഞ്ഞ് പൊങ്ങി വന്ന് കാണുമ്പോൾ അപ്പം ഏകദേശം ഒരു 1/4 ഭാഗത്തോളം പാലത്തെ തൊടാനായിട്ട് വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഫിയർ, ഒരു അപകടം മണത്തു കേട്ടോ. പിന്നെ നന്നായിട്ട് കാറുമുണ്ട് അങ്ങനെ. അപ്പോൾ തിരിച്ചു വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വരാനായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വീണ്ടും മഴ തുടങ്ങി. അപ്പോൾ ഈ വെള്ളം മുഴുവൻ ഒഴുകി വീണ്ടും ആ പുഴയിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ പാലം മൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വീണ്ടും 100 മീറ്റർ ഇപ്പുറം നമ്മൾ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ എത്തണം. ഇവിടെയാണ് ആ ഒരു പാലവും വയലുകളും. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അങ്ങനെയാണ്. അപ്പം നമ്മളെപ്പോഴും കാണാനുള്ള ഭംഗിക്കൊക്കെ വന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ. അത്രയും ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു ഏരിയ. പക്ഷേ ഇപ്പോൾ അങ്ങ് വെള്ളം നിറഞ്ഞിട്ട് ഇത് പനമരത്തേക്ക് ചെന്ന് ചേരുന്ന പുഴയാണ്. പിന്നെ അവിടെ നിന്ന് ഒഴുകിയത് കുറ്റ്യാടി പുഴയിലേക്ക് ചേർന്ന് പിന്നെ ചാലിയാർ അങ്ങനെ പോകുന്ന ആ ഒരു പുഴകളുടെ ഒരു സംഗമമാണ്. അതിൽ പറയുന്ന ഈ ഒരു പനമരം പുഴയിലേക്ക് എത്തുന്ന ഈ ഒരു ഏരിയയാണ്, വെള്ളമാണ്. ഇത് കണ്ടോ, വയൽ മൊത്തം നിറഞ്ഞ് നിൽക്കുകയാണ്. കുറേ മനുഷ്യരങ്ങനെ അവിടെയൊക്കെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽപ്പുണ്ട്. ഇതൊക്കെ ഈ സൈഡിൽ കൂടെ ഒത്തിരി തട്ടുകടകളുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ചായയൊക്കെ കഴിച്ച് പോകുന്ന നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ മുഴുവനും വെള്ളം നിറഞ്ഞത് പുഴയാണ്. അവിടെ എത്തിയപ്പോൾ സ്പീഡ് കൂട്ടാൻ പറഞ്ഞു. എനിക്കിങ്ങനെ വെള്ളം നിറഞ്ഞ് പാലത്തേക്കൂടെ പോകുമ്പോൾ ഭയങ്കര ഫിയറാണ്. പാലങ്ങാനും തകരുവോ, പുഴയിൽ വീഴുവോ വണ്ടി, അങ്ങനെയൊക്കെ ഭയങ്കര ഫിയറാണ്. അല്ലാത്ത സ്ഥലത്ത് നോക്കി നിൽക്കുന്ന പിന്നെയും കുറച്ചും കൂടി. എന്നാൽ പോലും നമ്മൾ ഈ റോട്ടിൽ നിൽക്കുന്ന സേഫ് അല്ല. കാരണം എപ്പോൾ വേണേൽ വെള്ളം ഉയർന്ന് ഇന്ന് ബാണാസുര ഡാമും കൂടി തുറന്ന ദിവസമാണ്, ഇന്ന് രാവിലെ 8 മണിക്ക്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണേൽ വെള്ളം കൂടി പൊങ്ങി വരാം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ പോലും നിൽക്കുന്ന സേഫ് അല്ല. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഒരു 2 മിനിറ്റത്തേന് നിർത്താൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട്
ഇവിടെ നിർത്തി. എന്നിട്ട് ജസ്റ്റ് രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡും നിറഞ്ഞ പാടമൊക്കെ നിറഞ്ഞ് ഇതാ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെയാണ്. നടുക്കോടെ ചെറിയൊരു ഏരിയയൊക്കെയാണ് നമ്മൾ പോകുന്നത്. നാഷണൽ ഹൈവേ ആണ്, പക്ഷേ മൊത്തം വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണ്. ഇനി ഒരു ശക്തമായിട്ട് ഇന്ന് രാത്രിയും കൂടി, ഈ പകലും ഈ രാത്രിയും കൂടി വെള്ളം നിറഞ്ഞാൽ, മഴ പെയ്താൽ അപ്പുറേന്ന് ഇപ്പുറത്തേക്ക് ഈ ഒരു റോഡ് ഫുള്ളായിട്ട് നിറഞ്ഞ് മുങ്ങിപ്പോകും. അങ്ങനെയാണ്. ഡാമും തുറന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് ഇത് കാണിച്ചു തരാമെന്ന് ഓർത്തു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് മുഴുവൻ നിറയെ കവുങ്ങും കവുങ്ങൾ വാഴകളുണ്ട്. അതെല്ലാം ഇത് മുങ്ങിക്കിടക്കുകയാണ് ഈ ഒരു വയലിൽ. ഇതിൻ്റെ ഈ റോഡിൻ്റെ അരികിലേക്ക് മാത്രമാണ് കുറച്ചെങ്കിലും പുല്ലുകൾ കാണുന്നത്. ബാക്കിയുള്ള ഏരിയ മൊത്തം ഇതിൽ കവുങ്ങും വാഴയാണ്. ഒരു ഭയങ്കര തൈ കവുങ്ങുകളാണ്. തൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും പൊക്കത്തിൽ അതെല്ലാം മൂടിക്കിടക്കുവാണ് ഇതിനകത്ത്. ഇപ്പം ഒരു സൈഡ് മുഴുവൻ ആ പുഴയോട് ചേർന്നുള്ള സൈഡ്. പിന്നെ ഇപ്പുറ സൈഡിൽ ഇനി റോഡിലേക്ക് വെള്ളം കയറുമോ എന്നുള്ളൊരു ഫിയറുണ്ട്. എന്തായാലും റോഡ് കുറച്ച് ഉയർന്ന് നിൽക്കുന്ന വയലിനേക്കാളും. അപ്പം ആ ഒരു സമാധാനത്തിൽ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാൻ ഓർത്തു. ഇതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു പനമരം എന്ന് പറയുന്ന സ്ഥലത്ത് വേറെ ഒരു പിന്നെ പുഴയും പാലവും ഒക്കെ ഉണ്ട്. അത് ഇതിലും ഡേഞ്ചറാണ്. ഇതിലും വളരെ പെട്ടെന്ന് തന്നെ വെള്ളം നിറയുന്ന ഒരു ഏരിയയാണ് പനമരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല. ഒരാവശ്യത്തിന് നമ്മളിപ്പോൾ പോകുന്നില്ല. നമ്മൾ ഷോപ്പിംഗ് എല്ലാം കൽപ്പറ്റയാണ് പോകുന്നത്. അങ്ങോട്ടേക്കും പോകാൻ പറ്റത്തില്ല. ഒന്നാമത് ഭയങ്കര കുന്നുകളും മലകളും, പിന്നെ കുറച്ച് ദൂരമുണ്ട്. പോകുന്ന വഴി മുഴുവൻ മരങ്ങളാണ്. അതാണ് നമുക്കൊരു പേടി. മരങ്ങൾ എപ്പോഴും കടപുഴങ്ങി വീഴാം. അങ്ങനെയാണ്. കാറ്റും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര കാറ്റാണ് ഇവിടെ. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. മഴയല്ല, മഴയിലുപരി കാറ്റടിക്കാൻ തുടങ്ങും. എല്ലാ മരങ്ങളും പെടഞ്ഞു വീഴും. അങ്ങനെയാണ്. പക്ഷേ ഈ റോഡരികിലുള്ള മരങ്ങൾ മുഴുവൻ ഇവർ റിമൂവ് ആക്കുന്നുണ്ട്. ഓരോ വർഷം വന്നതെല്ലാം വെട്ടി മാറ്റുന്നുണ്ട്. എന്നാൽ പോലും കുറച്ചാണേലും കരയ്ക്ക് നിൽക്കുന്ന മരം ഇത്രയും വളർന്ന് നിൽക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ പടർന്ന് വീണിട്ടുണ്ടെങ്കിൽ റോഡിലേക്ക് ബ്ലോക്ക് ആവും, വണ്ടീൻ്റെ മുകളിലേക്ക് വീഴും. ഈ അടുത്തിവിടെ മരം വീണിട്ട് ഒരു പിന്നെ മാരുതി 800 ഒരു വൈഫും ഹസ്ബൻഡും കൂടി നിൽക്കുമായിരുന്നു. അപ്പോൾ വൈഫ് പറഞ്ഞു തണുക്കുന്നു, എനിക്ക് ചായ മേടിച്ചു തരാൻ. അപ്പോൾ അയാൾ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് തൊട്ടടുത്തുള്ള ഇതുപോലെ തട്ടുകടകൾ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ സൈഡിൽ കൂടെ. അങ്ങോട്ടേക്ക് കയറിയതാണ്. കറക്റ്റ് ഒരു മരത്തിൻ്റെ ചോട്ടാണ് അവർ വണ്ടി നിർത്തിയത്. ആ മരം പെടഞ്ഞു വീണു. ഒത്തിരി വലിപ്പമുള്ള കാറല്ലല്ലോ. അപ്പോൾ കാറ് ജാമായി പോയി. എന്നിട്ട് അത് കാറ് വെട്ടിപ്പൊളിച്ച് ആളുകളെല്ലാം ഓടിക്കൂടി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വഴിക്കുന്ന തന്നെ ആ ലേഡി മരിച്ചു. അപ്പം മരണം വന്ന് വിളിക്കുമ്പോൾ കണ്ടോ, ഒരാൾ ജസ്റ്റ് കടയിലേക്ക് കയറാൻ. അപ്പോൾ ഈ ഒരു സ്ത്രീ കൂടി എന്നാൽ ഞാനും കൂടി വന്നിട്ട് ചായ കുടിക്കാം, അങ്ങനെ ആ കടയിലേക്ക് കയറിയിരുന്നെങ്കിൽ ആ കാറ് മാത്രമേ പോകുമായിരുന്നുള്ളൂ. അതാണ് നമുക്ക് എപ്പോഴാണ് ഒരു അപകടം വരിക, മരണം വരിക എന്ന് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നൈമിഷികമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാനുള്ള നമ്മൾ സൂക്ഷിക്കാം. പിന്നെയൊക്കെ വിധി പോലെ വരട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ ഒത്തിരി നേരം എനിക്കിവിടെ നിൽക്കാൻ പ്ലാനില്ല, സേഫ് അല്ല. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകാം. നമ്മുടെ വീട് എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 100 മീറ്റർ ദൂരമാണ്. പക്ഷേ ആ ഒരു ഏരിയ സേഫാണ്. കാരണം ഇവിടത്തേക്കാളും കുറച്ചും കൂടി ഉയർന്ന സ്ഥലമാണ്, പക്ഷേ കുന്നല്ല. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എല്ലാ കൊല്ലവും ഇങ്ങനെ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന ദിവസം, എന്നാൽ പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് മുങ്ങിയതാണ്. അതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോവുകയാണ്. ഇതാണിപ്പോൾ നമ്മളുടെയൊക്കെ ചുറ്റുമുള്ള ഒരു അവസ്ഥ.